അങ്ങനെ എന്നും രാവിലെ നയനയാണ് എല്ലാവർക്കും ചായയും കാപ്പിയൊക്കെ ആയിട്ട് എത്താറുള്ളത്. എന്നാൽ ഇന്ന് ആ പതിവെല്ലാം തെറ്റിച്ചുകൊണ്ട് നയന ഇതുവരെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദേവയാനി ചിന്തിക്കുന്നുണ്ട് എഴുന്നേറ്റിട്ട് ഇന്ന് എന്ത് പറ്റി ഇതുവരെ നയനമോളെ കണ്ടില്ലല്ലോ. ദേവയാനി ജയനോടും പറയുന്നുണ്ട്, എന്താ ചേട്ടാ ഇന്ന് നയന ഇതുവരെ എത്തിയില്ലല്ലോ, അല്ലേ അവൾ രാവിലെ ചായയും കാപ്പിയൊക്കെ ആയിട്ട് വരുന്നതാണ്, മോളിനി ഉറങ്ങിപ്പോയോ? അങ്ങനെ പതിവുള്ളതല്ലല്ലോ. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, താനിങ്ങനെ ടെൻഷൻ ആവാതാടോ, ചിലപ്പോൾ അവർ രാവിലെ അമ്പലത്തിൽ വല്ലതും പോയതാണെങ്കിലോ, അതുകൊണ്ടാണ് വന്ന് വിളിക്കാഞ്ഞത്. അല്ല ചേട്ടാ, അവർ അമ്പലത്തിൽ പോയാലും നമുക്കുള്ള ചായ തന്ന് നമ്മളെ വിളിച്ചുണർത്തിയിട്ടല്ലേ സാധാരണ പോകാറുള്ളൂ. ഇനി മോക്കെന്തെങ്കിലും വയ്യാഴിയോ വല്ലതും ആണോ? നീ എന്താണേലും പോയി നോക്ക്, അപ്പം അറിയാമല്ലോ, ചിലപ്പോൾ കിച്ചണിലുണ്ടെങ്കിലോ. ഞാനും വരാം എന്നും പറഞ്ഞ് രണ്ടുപേരോട് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ദേവയാനി നയനെ അന്വേഷിച്ച് കിച്ചണിലേക്ക് ചെല്ലുന്നുണ്ട്. കിച്ചണിൽ ചെല്ലുമ്പം അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദേവയാനി അവിടെ നിന്ന് നയനയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. റൂമിലേക്ക് ചെല്ലുമ്പോൾ നയന ബെഡിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ആദർശ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ദേവയാനി ആദർശിനോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോനെ, നയനമോക്ക് എന്ത് പറ്റി, അവൾ എന്താ ഇതുവരെ എഴുന്നേക്കാഞ്ഞത്? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല അമ്മേ, രാവിലെ എഴുന്നേറ്റപ്പോൾ അവൾ തല കറങ്ങുന്നു, വയ്യ എന്ന് പറഞ്ഞു. ഞാൻ കോഫിയൊക്കെ ഇട്ട് കൊടുത്തു, അത് കുടിച്ച് ഇച്ചിരി നേരം കിടന്ന് നോക്കാൻ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് അവളൊന്ന് ഛർദ്ദിക്കുകയും ചെയ്തു. എന്താണെന്നറിയില്ല, ഇനി ഉറക്കമൊന്നും ശരിയാകുന്നില്ലല്ലോ, അതിൻ്റെയാണോ എന്നറിയില്ല. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അത് ശരിയാ, നേരാവേണ്ട ഒന്നും കഴിക്കുകയില്ല, അവൾക്ക് ഉറക്കമില്ല, ഏത് സമയവും ജോലിയെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ. എനിക്ക് കരൾ തന്ന സമയത്ത് തന്നെ നല്ലപോലെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഇനി എന്തെങ്കിലും അതിനെപ്പറ്റിയുള്ള അസ്വസ്ഥത വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നറിയില്ലല്ലോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും കോഫി കുടിച്ചതൊക്കെ അവൾ ഛർദ്ദിച്ചു. ഞാൻ അമ്മയെ വിളിക്കാനായിട്ട് അങ്ങോട്ട് വരാനായിട്ട് തുടങ്ങുമായിരുന്നു. എന്തായാലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് നോക്കാം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനിയും പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. പിന്നെ മോക്ക് ക്ഷീണവും ഛർദിലും തലകറക്കമൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു സംശയം തോന്നുന്നുണ്ട്. എന്തായാലും ആ സംശയം തന്നെ ആയിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വാ നമുക്ക് പോകാം എന്നാൽ ഹോസ്പിറ്റലിലേക്ക് എന്നും പറഞ്ഞ് അവർ നയനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നയന നന്നായി ക്ഷീണിച്ച് ആകപ്പാട് അവശ നിലയിലായിരുന്നു. അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെല്ലുന്നുണ്ട്. ദേവയാനി ഗൈനക്കോളജി ഡോക്ടറെയാണ് കാണിക്കുന്നത്. ഡോക്ടർ നോക്കി ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം അവർ ഒരിക്കലേക്ക് വരുന്നുണ്ട്. എന്തായാലും നല്ല ക്ഷീണമൊക്കെ ഉണ്ട്, ഇച്ചിരിയുടെ താമസിച്ചിരുന്നെങ്കിൽ ട്രിപ്പ് ഇടേണ്ടി വന്നേനെ, ഇവിടെ അഡ്മിറ്റ് ആകേണ്ടി വന്നേനെ. എന്താ കൊണ്ടുവരാനായിട്ട് വൈകിയത് എന്നവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എന്നും രാവിലെ മോളാണ് ചായയായിട്ട് വരാറ്, ഇന്ന് പതിവ് സമയത്തിലും കഴിഞ്ഞിട്ട് കാണാഞ്ഞതുകൊണ്ട് റൂമിൽ പോയി നോക്കിയപ്പോഴാണ് മോക്കൊട്ടും വയ്യാന്ന് ഇവൻ പറഞ്ഞത്. തലവേദനയും തലകറക്കവും ഉണ്ടെന്നാണ് മോള് പറഞ്ഞത്. പിന്നെ ഛർദ്ദിച്ചു എന്നും പറഞ്ഞു. എന്തെങ്കിലും വയ്യാഴിക ഉണ്ടെങ്കിൽ തന്നെ അവളൊന്നും പുറത്ത് പറയാറില്ല. പിന്നെ കരൾ തന്നതിനെപ്പറ്റി എന്തെങ്കിലും ബുദ്ധിമുട്ടോ അസ്വസ്ഥതയോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ആണോ എന്നറിയാൻ ആ വെപ്രാളത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട, ഇപ്പം വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ ഈ ഛർദിലും തലകറക്കവും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളൊരു വക തന്നെ തരുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്താ ഡോക്ടറെ, എന്തായാലും നിങ്ങൾ കാര്യം പറ, എന്ത് കാര്യമാണ് അവൾക്ക്? അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളെന്തിനാ ടെൻഷൻ അടിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ അത് സന്തോഷിക്കാനുള്ള വക തന്നെയാണ്. ദേവയാനി, നിങ്ങളൊരു മുത്തശ്ശിയാകാൻ പോകുന്നു, ആദർശൊരച്ഛനും. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഈശ്വര, ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ഇതും പറഞ്ഞ് ദേവയാനി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ട്. ഒരുപാട് സന്തോഷമായി ഡോക്ടറെ, എനിക്ക് എന്ത് പറയണമെന്നറിയില്ല, കുറേ നാൾ കൊണ്ടുള്ള ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഇത് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി ആദർശനെ നയനെ ഇങ്ങനെ തലോടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതറിഞ്ഞ് ആദർശനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ വാങ്ങി എല്ലാവരും തിരിച്ച് വരുന്നുണ്ട്. നയനയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും ഇക്കാര്യം അറിയാമ്പോൾ നമ്മളെക്കാട്ടിലും ഒക്കെ സന്തോഷിക്കുന്ന മുത്തശ്ശനും ആയിരിക്കും, അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഇത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷം ഉണ്ടാക്കും, അവർക്കൊരു സർപ്രൈസ് കൊടുക്കാം, നമുക്ക് ഇതിനെപ്പറ്റി ഫോൺ വിളിച്ച് പറയണ്ട, വീട്ടിൽ ചെന്ന് നേരിട്ട് പറയാം. അങ്ങനെ അവർ തിരിച്ച് അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അനന്തപുരിയിലെത്തിയ ആദർശും ദേവയാനി നയനയും മുത്തശ്ശനോടും മുത്തശ്ശിയോടും വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതറിഞ്ഞ മുത്തശ്ശനും മുത്തശ്ശിയും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്.
അവരിത് പറയുന്നുണ്ട്. എന്തായാലും ഇത് നമുക്ക് അനന്തപുരിയിൽ ഒരു ആഘോഷമായിട്ട് തന്നെ എടുക്കണം. അതേസമയം ജാനകിക്കും ജലജയ്ക്കും ഇതൊക്കെ കേട്ടിട്ട് അവർക്കൊരു സന്തോഷം ഉണ്ടാകുന്നില്ല. അവർ തമ്മിൽ പറയുകയാണ്, ഓ ഇനിയിപ്പോൾ കാണേണ്ടത് തന്നെയായിരിക്കും. ഗർഭിണിയും കൂടെ ആയതുകൊണ്ട് ഇനി നിലത്തും തറയിലും എല്ലായിരിക്കും വെച്ചല്ലായിരിക്കും കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ അവരിങ്ങനെ കുശുമ്പോട് കുത്തി പറയുന്നുണ്ട്. എന്നാൽ ഇതറിഞ്ഞ നവ്യയ്ക്ക് സന്തോഷിക്കാനും വയ്യ, സങ്കടപ്പെടാനും വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ആദർശിൻ്റെ സ്വഭാവം തന്നെയാണെന്ന് ആദർശിൻ്റെ സ്വഭാവത്തിൽ തെറ്റുള്ളത് കൊണ്ട് തന്നെ നവ്യയ്ക്ക് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ തൻ്റെ അനിയത്തി ഗർഭിണിയായതറിഞ്ഞ് അവർക്കെന്നാൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ അവർ ഈ വിവരം കനകയെയും ഗോവിന്ദനെയും എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടു കൂടി ഒന്നിച്ച് അതൊരാഘോഷം തന്നെയാക്കുന്നുണ്ട്.